ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു എങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കുന്ന ആളാണ് പോലീസ്. സത്യത്തിന്റെയോ നീതിയുടെ ആരെങ്കിലും കൂടെ എന്റെ ചേട്ടന്റെ മകനായിട്ടാണ് വസിഷ്ഠ അഭിനയിക്കുന്നത്. ഒരു അമ്മാവൻ ക്യാരക്ടർ ഉണ്ട്. അമ്മാവൻ ക്യാരക്ടർ അല്ലടാ, നിന്റെ എന്റെ അച്ഛനാ. മാത്രല്ല എന്തോ ഒരു സസ്പെൻസ് എവിടെയോ നിൽക്കുന്ന പോലെ. എന്താണ് ഡെഡ്ലിക്ക്? അതായത് എന്റെ മാമനാണ് ആ മാമന്റെ മാമനാണ് ഇവൻ ചിലപ്പോ പറഞ്ഞോളയും. അല്ലാതെ അതൊരു നമ്മള് ഡയറക്ടർ അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന ഒരു പരിപാടിയാണ്. അതൊരു മലയാളത്തിലൊരു പ്രമുഖ നടനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണ്. അൽഫോൺസിന്റെ അടുത്ത് ചിലപ്പോ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്ത ആ ഒരു മൊമെന്റ് ആയിരിക്കും. ഞാൻ അന്ന് ചിലപ്പോൾ അത് ഓപ്പൺ അപ്പ് ആയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേനെ. അതൊരു വലിയ അതിനുള്ള അതറിയാനുള്ള പ്രായത്തിൽ പുഷ്പക വിമാനം, അതിന്റെ ടീം എൻ്റെ കൂടെ ഉണ്ട്. എന്താണ് ആ ഒരു ടൈം ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. വലിയ ഇൻട്രോ ഒന്നും പോകുന്നില്ല. എല്ലാവരെയും ഞാൻ ആ ഫുൾ ടീമിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു. ഒരു ടീമായിട്ട് നിങ്ങൾ ബ്ലാക്ക് ഇട്ട് അവിടെ പിന്നെ പോലീസാണ് ഞാൻ കേട്ടോ ചെറുതായിട്ട്. ഞാൻ എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കുന്ന ആളാണ് പോലീസ്. സത്യത്തിന്റെയോ നീതിയുടെ ആരെങ്കിലും കൂടെ അങ്ങനെ പറഞ്ഞൂടാ. എന്തായാലും പുഷ്പക വിമാനം എന്ന് പറയുന്നത് കൂടി രാവണന്റെ ആ ഒരു അങ്ങനത്തെ ഒരു പേര്. പക്ഷെ ഒരു ടൈം ലൂപ്പ്, നിങ്ങൾ ഓടുന്നതും ഭയങ്കര എവറിത്തിങ് ഡിപ്പെൻസ് ഓൺ ടൈം എന്നുള്ള ഒരു ഭയങ്കര ഫോഴ്സിൽ നിങ്ങൾ വെപ്രാളം പിടിച്ച് ഇങ്ങോട്ടൊക്കെയോ ഓടുന്നുണ്ട്. ആരോ നിങ്ങളെ വിളിച്ചിട്ട് ഓടാൻ പറയുന്നുണ്ട്, സമയം തീരാറായി എന്ന് പറയുന്നുണ്ട്. എന്താണ്, എവിടെ നിന്ന് തുടങ്ങണം? ഞാൻ ഇത് മൊത്തത്തില് നമുക്ക് അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. 26-ാം തീയതി കാണണം. ഈ പടത്തിന്റെ പേര് പറയുന്ന പോലെ ഇപ്പൊ ഒരു പുരാണത്തിന്റെ ഒരു പേരൊക്കെയാണ് നമ്മളിട്ടിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഒരു പുരാണത്തിലെ ഒരു ക്യാരക്ടറിനകത്ത് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഒരു ചെറിയ ഫാന്റസി ക്യാരക്ടർ പോലത്തെ ഒരു പരിപാടിയാണ്. രാവണൻ ട്രാവൽ ചെയ്ത പുഷ്പവിമാനം. അപ്പൊ ട്രാവൽ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. വിമാനം ആ ഒരു അതിന്റെ ഒരു സ്പീഡ് ഉണ്ട്, ഓട്ടം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ളൊരു എങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിക്കുകയാണ്. അപ്പൊ തുണി അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പേരാണ് പുഷ്പവിമാനം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ലൂപ്പ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളെയും അതിനകത്ത് എക്സൈറ്റ് ചെയ്യിക്കുന്ന പരിപാടി അത് തന്നെയായിരുന്നു. കാര്യം ഇതിപ്പോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളിത് എങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം ഒരു സീക്വൻസ് തന്നെ ചിലപ്പോൾ 2-3 തവണയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. ഒരു മിനിറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, അതിപ്പോ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് പുഷ്പവിമാനം. എന്റെ ക്യാരക്ടർ സിജു എന്ന ക്യാരക്ടറായ അജയ് മഹേശ്വരി എന്ന അജയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആഗ്രഹ് എന്നാണ് ഇയാളുടെ പേര്. നൻപൻ, പ്രോപ്പർ നൻപൻ തന്നെയാണ് ഇയാള്. എന്ത് സിറ്റുവേഷനിലും, ഏത് മോശം സിറ്റുവേഷൻ ആയാലും ഏത് നല്ല സിറ്റുവേഷൻ ആയാലും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ ഈ അജയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഇയാൾ കടന്നു പോകുന്നു. അപ്പോൾ അതില് ഇയാൾക്ക് ഈ ആ സെയിം സിറ്റുവേഷൻ ഒരു മിനിറ്റ് മുമ്പാണെങ്കിലോ അതിന് ശേഷമാണെങ്കിലോ അല്ലെങ്കിൽ അതേ സമയത്താണെങ്കിലോ എന്തൊക്കെയാണ് അതിനകത്തുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ അതില് നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് അതിനകത്ത് ബാധിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പോലീസ് ഓഫീസറും ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ മൊത്തം ഒരു ഓട്ടപ്പാച്ചിലാണ് പടം. ആ ഒരു സമയം അതെ, ഒരു സമയത്തിനുള്ളിൽ എന്തൊക്കെ ഒരു മിനിറ്റ് മാറുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്ന് മൊത്തം കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് പുഷ്പവിമാനം. അജയ് ചേട്ടനാണ് കൂടുതൽ ഓടുന്നത് കണ്ടത്. എന്താണ് കഥാപാത്രം? അജയ് മഹേശ്വരി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. സാധാരണക്കാരനാണ്. മെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്.
സിജു മെയിൽനെസ് ആണ്. അതെ, ഞാൻ പഠിച്ചത് പ്രൊഫഷണൽ വൈസും മെയിൽ നഴ്സിംഗ് ആണ് പഠിച്ചത്. എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാറിയോ? പിന്നെ ഡ്രിപ്പ് ഇടാനൊക്കെ ആ ഒരു നീഡിലും സിറിഞ്ചും വേണ്ട ഒരെണ്ണം വേണ്ട. പൾസ് നോക്കി ആരെങ്കിലും പൾസ് നോക്കി പറഞ്ഞാലും മതി. പൾസ് ആ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. പൾസ് ചെയ്താലും മതി. പൾസ് നോക്കി മരിച്ചോന്നൊക്കെ പറയാൻ അറിയുള്ളൂ. അയ്യോ ആക്ച്വലി കോമഡി നടന്നിട്ടുണ്ട്. നേരെ സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലോ, പൾസിന് മോർച്ചറിയുടെ ഫ്രണ്ട് വന്നിട്ടാണ് ഇവിടെ പൾസ് ഡോക്ടർ. അല്ല, എന്റെ കോളേജ് ലൈഫിൽ അങ്ങനത്തെ സെയിം ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ബാംഗ്ലൂർ പഠിച്ച സമയത്ത് നമ്മൾ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ്ങിനുണ്ടാവും. അതായത് ബാംഗ്ലൂരുള്ള ഒട്ടുമിക്ക കോളേജുകളും ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്യുക. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് കോളേജസിൽ പിള്ളേരുണ്ട്, പല പല കോളേജസിൽ നിന്ന് പിള്ളേരുണ്ട്. അപ്പോൾ ഒരു പേഷ്യന്റിന് ചുറ്റും തന്നെ ഒരു 10 സ്റ്റുഡൻസ് ശ്വാസം മുട്ടി ചത്തു പേഷ്യൻസ് ചിലപ്പോൾ. അങ്ങനത്തെ ഞാൻ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ അടുത്ത തിയേറ്ററിൽ പോയി സിനിമകളിലും ഞാൻ തിയേറ്ററിൽ സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ ഇല്ലേ പിള്ളേച്ചെന്നാണോ അറിയാവുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ഒരു പയ്യൻ നമ്മുടെ ടൈം കഴിയാറ്, അതായത് നമ്മുടെ ടൈം പറഞ്ഞാൽ ആ ടൈമല്ലടാ, ഡ്യൂട്ടി ടൈം കഴിയാറ്. ഇപ്പൊ ബസ്സിൽ കയറണല്ലോ, കറക്റ്റ് ടൈമിൽ നിന്നുണ്ട്. ഇവൻ പൾസ് എടുത്തോണ്ടിരിക്കുന്നു. പൾസ് എടുത്ത് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ എന്താ വെച്ചാൽ ചിലരുടെ കിട്ടാറില്ല. എടുത്ത് നോക്കുമ്പോൾ അവൻ നോർമൽ എഴുതി വെച്ചിട്ട് കിട്ടാത്ത സമയത്ത് സ്റ്റുഡൻസ് ആണല്ലോ, ചുമ്മാ നോർമൽ പൾസ് പിറ്റേ ദിവസം ചെന്നപ്പോ ഹെഡ്നേഴ്സ് പൂരെ തെറിയുടെ അവിടുത്തെ കന്നഡക്കാരിയായിരുന്നു. കന്നഡയിൽ നല്ല ചീത്ത വിളി. എന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഓൾറെഡി 1 മണിക്കൂർ മുമ്പേ മരിച്ചു. ഡോക്ടർ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോ നോർമൽ പൾസ് റേറ്റും ഇതൊക്കെ വൈറ്റൽസ് ഒക്കെ നോർമൽ അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും അബദ്ധം? ഇല്ല, ഞാൻ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ബ്രെയിൻ മാറ്റി വെക്കുക. നീ മാറ്റി വെച്ചിട്ടുണ്ടോ? നല്ല നോക്കി പറഞ്ഞോടത്ത് ഞാൻ സ്വയം എന്നെ ചികിത്സിക്കാറില്ല. മറ്റേ സലീമേട്ടൻ മറ്റേ ക്യാൻറ്റീനിൽ ഈ ക്യാൻറ്റീനിൽ ഞാൻ കഴിക്കാൻ ഞാൻ സ്വയം ചികിത്സിക്കാറില്ല. നമ്മൾ പിന്നെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത്? അതാണ് പഠിച്ചത്. ഈ പറയുന്ന പോലെ മെയിൽ നേഴ്സ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ, ആ സാഹചര്യം, ഇയാളുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം. ഇയാൾ എന്താണെന്നുള്ളതൊക്കെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇവരുടെ കൂടെ ഉള്ളത് എൻ്റെ ചേട്ടൻ്റെ മകനായിട്ടാണ് വസിഷ്ഠ് അഭിനയിക്കുന്നത്. ഒരു അമ്മാവൻ ക്യാരക്ടറുണ്ട്. അമ്മാവൻ ക്യാരക്ടർ എല്ലാത്തിലും അല്ലടാ, നിന്നെ എൻ്റെ അച്ഛനാ എന്താ മോനെ എവിടെ പോകുന്നേ? എല്ലാത്തിലും മാമന. ശരിയാണ്, അച്ഛന്റെ കൂടെ നടക്കണം. അങ്ങനത്തെ ഒരു സാധനമല്ലോ. അച്ഛൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. അതെ, കുഴപ്പമില്ല. അടുത്ത പടത്തിൽ അങ്ങനെ സാധിക്കട്ടെ. ഇയാളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളും സംഭവമാണ്. ഇയാളുടെ ലൈഫിലൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നതും അതിൽ നിന്നുണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ലൈഫിൽ 1 മിനിറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു, എന്തൊക്കെ ചേഞ്ചസ് ഇയാളുടെ ലൈഫിൽ സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇയാളുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഇയാളുടെ അനുബന്ധിച്ചിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ സുഹൃത്തുക്കളും, ഇപ്പോൾ എന്താ പറയുക, ബാക്കി സിറ്റുവേഷൻസും ഇതെല്ലാം ചേഞ്ച് ആവുമല്ലോ. അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇവർ ഓടുന്നു, അതിനിടയിൽ പോലീസ് എന്താണ് പറയൂ കഥാപാത്രം? ഓക്കെ, പോലീസിന് ACP സ്റ്റീഫൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇവർ ഓടുന്നു, ഇവരെ ഓടിക്കുന്നു. ഞാൻ ഓടിക്കുകയാണ്, ഞാൻ ഓടുന്നില്ല. ഞാൻ ഇങ്ങനെ ക്യാമറ ഒക്കെ നോക്കി ഇവരെ ഓട്ടം പരിപാടിയൊക്കെ നോക്കുന്നു. കൊള്ളാം, നന്നായിട്ട് ഓടുന്നുണ്ട്. നാട്ടിലൊരു വളരെ മോശപ്പെട്ട സംഭവം സംഭവിച്ചു. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ സുവിച്ചന്റെ ക്യാരക്ടറും ബാലുവിന്റെ ക്യാരക്ടറും അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശത്രുക്കളാണ്. പക്ഷെ എന്റെ ഓഫ് ദി ഡേ ഞാൻ നീതിയുടെ കൂടെ നിൽക്കുന്നു. അതാണ് ഇങ്ങനെ മാറിയിരിക്കുന്നു. എല്ലാരും ഈ സൈഡിലോട്ടും ഇത് ഞാൻ വെള്ള ഇടുന്നതിന്റെ പർപ്പസ് തന്നെയായിരുന്നു മാറിയിരിക്കണം എന്നുള്ളത്. വെള്ളപൂശൽ. അപ്പൊ അങ്ങനെയാണ് ക്യാരക്ടർ. അപ്പൊ പിന്നെ കോമ്പിനേഷൻ ഉള്ളത് മൊത്തം ഫൈറ്റ് ആണ്. സംസാരമൊന്നുമില്ല, ഇടിയാണ് മൊത്തം. ആദ്യം ഇടി പിന്നെ സംസാരം. അപ്പൊ അതാണ് ക്യാരക്ടർ പരിപാടി. സ്റ്റീഫൻ പറയൂ, എന്താണ് പേര് പറഞ്ഞാൽ തെറ്റിക്കല്ല?
വസു വസു അത് മതി. ഞാനിതില് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ മാമന്മാരെ ഓട്ടിക്കുന്നതാണോ സ്ഥിരം പണി? അങ്ങനെയൊക്കെ ചോദിച്ചല്ലേ. ഇതിലിപ്പോ മനോജ് മാമയും കൂടെ ഉണ്ട്. അപ്പോ മനോജ് മാമയുടെ മാമനാണ്. അപ്പൊ എന്റെ മാമന്റെ മാമൻ. ഓക്കെ, മേമന്മാരെ മനസ്സിലായി. കൊറേ മേമന്മാരുണ്ട് ഇതില്. അവരൊന്ന് പറയട്ടാ. ഒരു സെക്കൻഡ്, സീരിയസ് ആയിട്ട് പിടിച്ചു വരുമ്പോഴാണ്. അപ്പൊ ആ മാമ എപ്പോഴും കൊറേ പ്രശ്നത്തിലൊക്കെ പോയി ചാടും. ഏത് മാമൻ? മാമന്റെ മാമൻ. മാമന്റെ അപ്പോ ഈ മാമനെ അതിലേക്ക് വലിച്ചിടുക, അങ്ങനത്തെയൊക്കെയാണ് എന്റെ പരിപാടികൾ. പിന്നെ എന്റെ അമ്മയ്ക്ക് ഈ റീലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്തുണ്ടാക്കി കൊടുക്കുക? റീല്. അപ്പോ അതൊക്കെയാണ് എന്റെ ഇതിലെ ഹോബീസ്. കുഴപ്പങ്ങളാണ് എന്റെ എല്ലാത്തിന്റെയും. അതെ, എല്ലാത്തിനും തുടക്കം വെക്കുന്ന ഞാനാ. അതൊക്കെ തന്നെയാണ് ക്യാരക്ടർ. ഇത് ഇപ്പൊ ഇതിനകത്ത് മൊത്തം ഭയങ്കര ഫൈറ്റ് അങ്ങനെയൊക്കെയാണ് ട്രെയിലറിൽ കണ്ടത്. ഭയങ്കര ഫൈറ്റ് ആണ്. നിങ്ങളിങ്ങനെ മുഖം മൂടുന്നു, സമയം തീരാറായി എന്ന് പറയുന്നു, വെപ്രാളം പിടിച്ച് ഓടുന്നു. അപ്പൊ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ചേട്ടൻ നല്ല ഫൈറ്റ് ഒക്കെ ഇല്ലേ? ഓർമ്മിക്കല്ലേ ഫൈറ്റ് ഇഞ്ചുറി കഴിഞ്ഞിട്ടായിരുന്നല്ലോ നീ പടത്തിലേക്ക് വന്നത്. കാരണം കുറച്ച് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഞാനിതിൽ കോൺഷ്യസ്. അത് കഴിഞ്ഞപ്പോഴത്തെ ഫൈറ്റ് ആയിരുന്നില്ല. ഒരു മറ്റേ ഉദ്ദം തള്ളും പോലത്തെ ഒരു പരിപാടിയുടെ ഇടയില് ഒരു കണ്ണിനൊരു ഇഞ്ചുറി കിട്ടി നടികറിൽ വെച്ചിട്ട്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് കണ്ണ് കുറച്ച് ഇതിൽ ബ്ലൈൻഡ് ആയി പോണ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി. പക്ഷെ അതൊന്ന് റിക്കവർ കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ട് തന്നെ തീർത്തിട്ടാണ് നമ്മള് ഈ പടത്തിൽ വരുന്നത്. ഇതിനകത്താണെങ്കിൽ ഫൈറ്റ് കൊണ്ട് ഫൈറ്റ് എല്ലാ ദിവസവും പൊടി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സിനിമയില് അതിന് വേണ്ടിയിട്ടുള്ള വേറെ പൗഡറൊക്കെ ഇട്ട് പറ്റിയൊക്കെ ചെയ്യുന്നു. ഇത് പ്രോപ്പർ സിമെന്റിന്റെ ഗോഡൌണിലായിരുന്നു ഫൈറ്റ് നടക്കുന്നത്. അപ്പൊ ആദ്യം കയറി ചെല്ലുമ്പോൾ ലൈറ്റപ്പ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ ചെന്നത്. പക്ഷെ 6 ദിവസം ഈ ലൈറ്റപ്പിന്റെ ഇത് ചൂടത്ത് ഈ സിമെന്റിന്റെ പൊടിയും കൂടി ആയി കഴിയുമ്പോൾ മൂക്കിനകത്തുനിന്നൊക്കെ വൈകുന്നേരം മറ്റേ നമുക്ക് സിമെന്റ് തന്നെ കിട്ടുമായിരുന്നു. തലയിലും മൂക്കിലും എല്ലായിടത്തും കണ്ണിലും എല്ലായിടത്തും സിമെന്റിന്റെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ രസമായിരുന്നു. പിന്നെ നമ്മളുടെ കോമഡി ആയിരുന്നു നല്ലത്. അങ്ങനെ തോന്നിയായിരുന്നോ ഈ ഫൈറ്റ് ഒരുപാട് ചെയ്തപ്പോ? അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ എനിക്കങ്ങനെ ഭയങ്കര ഫൈറ്റ് അല്ല, എന്നാലും ഫൈറ്റും പിന്നെ ഓട്ടോമായിരുന്നു അതിനകത്ത് കൂടുതൽ. എന്നാലും മേലോന്ന പരിപാടി ഉണ്ടല്ലോ. പിന്നെ അത്യാവശ്യം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഏറ്റവും നല്ലത് തമാശയാണ്, ആൾക്കാരും ചിരിക്കും, എനിക്കും കുഴപ്പമില്ല, അങ്ങനെ ഒരു തോന്നലായിരുന്നു. അങ്ങനൊന്നുമില്ല, എല്ലാം ചെയ്യണമല്ലോ. ഈ സിനിമയ്ക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി അത് എന്തായാലും വേണ്ട ഒരു പരിപാടി തന്നെയായിരുന്നു. കാരണം അത്യാവശ്യം ഓടിയിട്ടുണ്ട്, കണ്ണൂർ മൊത്തം ഓടിയിടുന്ന കണ്ടിട്ടുണ്ട്. ആളുകള് പ്രത്യേകിച്ച് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കെപ്റ്റിക്കലാണ്. എല്ലാത്തിനെയും ഭയങ്കര കീറി മുറിച്ച് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനിടയിൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈം ലൂപ്പ് ഫിലിം എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ആ ഒരു എത്രത്തോളം ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഇത് ആൾക്കാർ ഇത്രയും എല്ലാത്തിനെയും ഭയങ്കരമായിട്ട് പോയിന്റ് വൈസ് ഇങ്ങനെ ഭയങ്കര കുറ്റം അങ്ങനെയൊക്കെ പറയുന്ന ഒരു പീരീഡിൽ ഒരുപാട് സക്സസ് റേറ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് നല്ല സിനിമകൾ. പക്ഷെ സെയിം ടൈം ഇരുന്ന് നമ്മൾ അറിയുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു ആദ്യത്തെ ഒരു മൂവി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ എത്രത്തോളം കോൺഷ്യസ് ആയിരുന്നു? ശരിക്കും ഈ പറഞ്ഞ ഒരുപാട് ക്രിട്ടിക്സ് വരുമ്പോഴാണ് ഒരുപാട് നല്ല നല്ല സിനിമകളും വരുന്നല്ലോ. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അത്രയും നല്ല സിനിമ വരുന്നതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഒരുപാട് ക്രിട്ടിക്സ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇസ് എ ക്രിട്ടിക് നമ്മുടെ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അവെയർ ആയിട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും. അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതുപോലത്തെ നല്ല സിനിമകൾ ചെയ്യാൻ. എന്നാൽ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവില്ലേ, ടെൻഷൻ, പേടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല? അങ്ങനല്ല, എപ്പോഴും നമ്മൾ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടുതൽ ഉണ്ടാവുക. കാരണം നമ്മൾ യൂഷ്വലി പോകുന്ന ഒരു സിനിമ അല്ലെങ്കിൽ പാറ്റേൺ മാറിയിട്ട് സിനിമകൾ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ മലയാളി ഓഡിയൻസ് സംബന്ധിച്ചുള്ള അവരും ഈ പറഞ്ഞ പുതിയ സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഡിയൻസാണ്. അപ്പൊ സോ നമ്മളിപ്പോ വേറൊരു ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് ഉള്ളതാണ്. പല ജോണറിലുള്ള പരിപാടികളും പല രീതിയിലുള്ള സിനിമകൾ കാണാൻ താല്പര്യമുള്ളതാണ്. അപ്പൊ അതില് മോശമാണെങ്കിൽ ചിലപ്പോൾ ഒരു മോശം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കോമഡി ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കോമഡി എന്നുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പം അത് കോൺഷ്യസ് ആയിട്ടാണോ എന്നാൽ അത് ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കാം എന്ന് തോന്നിയിട്ട് കുറച്ചൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, അതോ
നമുക്ക് ഒരു ഇപ്പൊ എത്രത്തോളം ഒരു ഫ്രീഡം ഉണ്ട് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനായിട്ട്? മറ്റത് നമുക്ക് വരുന്നതെല്ലാം കുറച്ചൊന്ന് ഒരു കോമഡി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോമഡി അങ്ങനത്തേത് ആയിരുന്നു, അത് ഇപ്പൊ ഒരു ഫ്രീഡം ഉണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതും പരീക്ഷിച്ച് നോക്കണം എന്നുള്ളത് പോലെയാണോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്? ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പരിപാടികൾ ചെയ്യണമല്ലോ, ചെയ്ത് നോക്കണമല്ലോ. അപ്പോഴാണ് നമുക്ക് അതിനകത്തുള്ളൊരു ത്രില്ല് ഉണ്ടാവുക. നമുക്കും അടുത്തൊരു പടം വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു പടമാണെന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ്, നമുക്ക് ചെയ്യുമ്പോഴൊരു സുഖമുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു സാധനത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ കുറയും. ആ എക്സൈറ്റ്മെന്റ് ഒരിക്കലും കുറയാൻ പാടില്ല. എല്ലാ ദിവസവും നമുക്ക് ആ എക്സൈറ്റ്മെന്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമയിൽ നിൽക്കുന്നത്. ഇങ്ങനെ ആ ഫീൽഡിലായത്, അതിനുവേണ്ടിയാണ് ഈ ഫീൽഡിൽ നമ്മൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യാം. പുതിയ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞ സിമെന്റ് ഫാക്ടറിയിൽ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സിമെന്റ് ഫാക്ടറിയിൽ പോയിട്ട് പൊടിയുടെ ഇടയിൽ പോയി നമ്മളിങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ പോകും. പക്ഷെ ഇത് അതിനു വേണ്ടി നമ്മൾ നിൽക്കുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഇടികൊള്ളുന്നതുമായിട്ട് ഈ പറയുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് കാസ്റ്റായി പോകുന്ന നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരാൾ സ്ഥിരം പാറ്റേണിലേക്ക് ഹ്യൂമറും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇയാൾക്ക് ഇതേ പറ്റുള്ളൂ എന്നുള്ള ഇത് വരും. ഇതിൽ നിന്ന് മാറി ചെയ്യുമ്പോഴാണ് ഇയാൾക്ക് ഇതും പറ്റും എന്നൊക്കെ പറയുന്നത്. അപ്പം ഏത് തരം റോളുകളും കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വേഴ്സറ്റാലിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്താം. അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കണം ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ചേട്ടന് ഇത്രയും ചെയ്ത ക്യാരക്ടറിൽ നിന്ന് എന്ത് ഒരു 2 പോയിന്റ് ഓഫ് ഡിഫറൻസ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഇതുവരെ ചെയ്തതിൽ നിന്ന് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് ഇത് ഇത്ര 2 പോയിന്റിൽ ഇത്രയും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ക്യാരക്ടറിന് പറയാനാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ക്യാരക്ടർ വൈസ് എനിക്ക് ഇതിൻ്റെ സബ്ജക്റ്റാണ് കുറച്ചും കൂടി ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എല്ലാ ഇമോഷൻസും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അത് എനിക്ക് സാധിക്കാൻ. എൻ്റെ ആക്ഷൻ സീക്വൻസസ്, പാർക്കോറും ഓട്ടവും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഞാനിതുവരെ സിനിമയിൽ അങ്ങനെ ട്രൈ ചെയ്യാത്ത കാര്യമാണ്. പിന്നെ ഒരു സർവൈവൽ പരിപാടി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. സർവൈവൽ ത്രില്ലർ അങ്ങനത്തെ രീതിയിലുള്ളൊരു സിനിമ, വേൾഡ് വൈഡ് സർവൈവൽ അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ്. പോലീസായിട്ട് മുന്നേയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതില് ഒരു ക്യാരക്ടർ ഫുൾ ലെങ്ത് ഇങ്ങനെ കള്ളന്മാരെ ഓടിക്കുന്ന, അല്ല കള്ളന്മാരെന്ന് ഞാൻ പറയല കേട്ടോ, ഇവരെ ഓടിക്കുന്ന സത്യമാണ് ഇവരെ ഓടിക്കുന്ന ഒരു പോലീസ്. അപ്പൊ ഇതിലെ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഡിഫറൻസ് എന്താണ് ഈ പോലീസിന്റെ വ്യത്യാസം? ഈ പോലീസിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് റോഡിലിറങ്ങി ഓടൂല, വണ്ടിയിലിരുന്ന് വണ്ടി ഓടിച്ച് ഞങ്ങൾ ഓടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവർക്കും വണ്ടി ഓടിക്കുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇവര് ഓടാൻ തീരുമാനിച്ചു. വണ്ടി ഉണ്ടായിട്ട് ഓടാൻ തീരുമാനിച്ചതാ. ഓട്ടോക്കാരെ തട്ടിയിട്ടിട്ട് പുള്ളി അടികൂടെ ഓടിപ്പോവും, അങ്ങനെയൊക്കെയാ. ഇതില് ഇപ്പൊ ഞാൻ മുമ്പ് ചെയ്ത പോലീസ് ക്യാരക്ടർ കൽക്കിയില് ഒരു കോൺസ്റ്റബിൾ ക്യാരക്ടർ, പിന്നെ കർണൻ നെപ്പോളിയൻ ക്യാരക്ടർ മരിച്ചത് ഭയങ്കര വിഷമായിട്ടോ. അയ്യോ ഞാനല്ല കൊന്നേ. അപ്പൊ നല്ല ക്യാരക്ടർ. അവൻ എന്നെ സെക്കൻഡ് പാർട്ടിൽ അവൻ ഉണ്ടാവില്ലല്ലോ, ഫോട്ടോ ഒക്കെ വെക്കുന്നു. അപ്പം അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും ഭയങ്കര മാറി. ഇപ്പൊ കൽക്കിയിൽ അറിയാം ഭയങ്കര മടിയനായിട്ടുള്ള, സ്കൂളിൽ പോകുന്ന പോലെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത്. അപ്പൊ അത്ര നല്ല ക്യാരക്ടർ. അപ്പൊ ഇതിലേക്കൊക്കെ വരുമ്പോൾ അത് ഈ പുള്ളി ശരിക്കും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. പുള്ളി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരാളാണ്. ഒരു കേസ് വന്നപ്പോൾ അയാളെ വിളിച്ചു വരുത്തിയേക്കുന്നത്. അപ്പൊ അയാൾക്ക് ആ ഒരു പ്രയോറിറ്റിയും ആ ഒരു സീരിയസ്നെസ്സും അദ്ദേഹത്തിന് വേണം. അപ്പൊ അത് ഞാൻ ഉല്ലാസിനെ സംബന്ധിച്ച് ഡയറക്ടർ പറഞ്ഞു, അതായത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇമാജിൻ ചെയ്തേക്കുന്നത്. അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് മാറ്റി. അപ്പൊ കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം, ബോഡി ലാംഗ്വേജ് മാറ്റി, ഡയലോഗ് പ്രസന്റേഷൻ മാറ്റി, അങ്ങനെ ഫുള്ളായിട്ട് മാറ്റി. ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇപ്പൊ വേഴ്സറ്റൈൽ ആവുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് നല്ലത് ചെയ്യാന്നല്ലാതെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു ടൈം അല്ല എൻ്റെ. ഇപ്പോൾ പോലീസ് തന്നെ കിട്ടുമ്പോൾ അതിൽ തന്നെ വ്യത്യാസമായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ പാലിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പരിപാടി ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെയായിട്ട് സംസാരിക്കുക. അപ്പോൾ മാറ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ വേഴ്സറ്റൈൽ ആക്കാൻ പറ്റും നമുക്ക്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ട്രെയിലർ ലാലേട്ടന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടുപേരെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരെയും മുഖത്തുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ഒരു സന്തോഷം, ചേച്ചിയാണെങ്കിൽ ഇന്നിട്ട് സംസാരിക്കാൻ പോലും ലൈക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല എന്നുള്ള പോലെ നിങ്ങൾ രണ്ടുപേരും നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെന്റ് എന്തായാലും എനിക്ക് അന്നേരം ചോദിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ മടിയല്ല, ഒരു എക്സൈറ്റ്മെന്റ്, ബഹുമാനവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ഇമോഷനിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ
ഈ ടീസർ ലാലേട്ടൻ ഇട്ട് കാണിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലാലേട്ടനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ ലാലേട്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് നല്ല നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മളൊക്കെ ഈ സിനിമാ മേഖലയിലൊക്കെ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ചെറുപ്പം മുതലേ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുത്താനുള്ള കാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ നമ്മൾ ഇന്ന് ഈ പറയുന്നത് സിനിമയിൽ സജീവമായിട്ട് നിന്ന് ഇവരുടെ ഒപ്പം സ്റ്റേജിലൊക്കെ നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു മൊമെൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, എല്ലാം കൂടി പ്രൗഡ് മൊമെൻറ്റും മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനിൽ കൂടിയാണ് അന്ന് പോയത്. എന്തായിരുന്നു ആ ഒരു സമയത്തെ ഫീലിംഗ്? അയ്യോ, ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല, താങ്ക്സ് മാത്രം പറയുന്നുണ്ടായിരുന്നു. അയ്യോന്നൊക്കെ. അത് ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. കാര്യം നമ്മള് ഇപ്പോ ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ എല്ലാത്തിലും നമ്മള് എല്ലാ രീതിയിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലാലേട്ടൻ. ആസ് എ പേഴ്സൺ, ആസ് എ പേഴ്സണാലിറ്റി, ആസ് എൻ ആക്ടർ, എല്ലാ രീതിയിലും നമ്മൾ വളരെ രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഓറയുള്ളൊരു മനുഷ്യൻ നമ്മുടെ സൈറ്റിൽ നിന്ന് നിൽക്കുന്നത്, നമ്മളുടെ ട്രെയിലർ നമ്മളുടെ മുമ്പിലിരുന്ന് കാണുന്നു, അത് കണ്ട് പുള്ളിക്ക് ഇഷ്ടമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓവർവെൽം എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു നിൽക്കുന്നത്. സോ എന്താ പറയാ, ഹാപ്പി എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതായി പോകും, അത്രയും ഒരു അവസ്ഥയിലായിരുന്നു നിൽക്കുന്നത്. ഇതില് ഡെഡ്ലി ഗെയിം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കിടന്നിട്ട് ഓടുന്നത്. അതിനോടത്ത് ഇതിന്റെ പോസ്റ്ററിൽ നിങ്ങളുടെ എല്ലാവരും പേര് എഴുതിയിട്ട് ആൻഡ് എ സ്ട്രേഞ്ചർ എന്നും എഴുതിയിട്ടുണ്ട്. ആൻഡ് അത് തന്നെ എന്തോ ഒരു എവിടെയോ ഒരു ഈ ഓട്ടം മാത്രമല്ല, എന്തോ ഒരു സസ്പെൻസ് എവിടെയോ നിൽക്കുന്ന പോലെ. എന്താണ് ഡെഡ്ലി ഗെയിം? ബസ് പറയട്ടെ അല്ലേ? ബസ് പറയട്ടെ. അതായത് എന്റെ മാമനാണ് ആ മാമന്റെ മാമനാണ് അപ്പുറത്തെ. ഇവൻ ചിലപ്പോ പറഞ്ഞോളൂ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ വസൂനെ പിടിച്ചേ മോനെ കുട്ട. അല്ലാതെ അതൊരു നമ്മള് ഡയറക്ടർ അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന ഒരു പരിപാടിയാണ്. ഒരു ക്യാമിയോ, അല്ല എന്നെ വേണ്ട പോലെ കണ്ടാ ഞാൻ പറയാതിരിക്കാന്നൊക്കെയുള്ളൊരു ക്യാമിയോ ആണ്. അതൊരു മലയാളത്തിലെ ഒരു പ്രമുഖ നടനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പൊ അത് ഇപ്പോ തൽക്കാലത്തേക്ക് പേര് പറയണ്ട, ആക്ഷൻ കാണിച്ചാൽ മതി എൻ്റെ അടുത്ത്. ഒന്നും പറയണ്ട. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ടൈം ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന പോലെ എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിക്കുന്ന ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങളുടെ എല്ലാവരും ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ക്വിക്ക് റാപ്പിഡ് ഫയർ എന്നാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ സ്ലോ ആയി പോയാൽ നിങ്ങൾ റാപ്പിഡ് ഫയർ ആയിട്ട് ഉത്തരം പറയണം കേട്ടോ. ഒരു മിനിറ്റിന് പോലും വാല്യൂ ഉണ്ട് എന്ന് തോന്നിയ ഒരു ലൈഫിലൊരു നിമിഷം ഏതായിരുന്നു? അത് എപ്പോഴും തോന്നുന്ന സംഭവമാണ്. പിന്നെ ഇന്നലെ പറഞ്ഞ എക്സാമിന്റെ ഒക്കെ അവസാനത്തെ മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു മിനിറ്റ് അതുവരെ എഴുതാണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല സമയം കൊണ്ട്. പൾസ് നോക്കിയതാണോ ലൈഫില്? അല്ല, ഒരു നിമിഷമെങ്കിലും വില ഉണ്ടെന്ന് തോന്നിയ നിമിഷം ഏതായിരുന്നു? അങ്ങനെ ഒരുപാടുണ്ട്, പക്ഷെ ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ സിനിമ മേഖലയിലേക്ക് അല്ലെങ്കിൽ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അൽഫോൺസിൻ്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്ത ഒരു ടൈം ആയിരിക്കാം, ആ ഒരു മൊമെന്റ് ആയിരിക്കാം. ഞാനന്ന് ചിലപ്പോൾ അത് ഓപ്പൺ അപ്പ് ആയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാനത് ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേനെ. ആ പേര് ആദ്യം കൃത്യമായിട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഞാൻ ഇവിടെ ഇരുന്ന് ഇമ്പോസിഷൻ ആയിരുന്നു. അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചു എന്താ എന്റെ അർത്ഥം, എന്താ എന്റെ അർത്ഥം ഒക്കെ ചോദിച്ചാൽ അച്ഛൻ എന്നോട് പറഞ്ഞത് ഈ പഴയതും പുതിയതും ഒക്കെ പോലെയുള്ള ഒരു പേര് വേണമെന്ന്. വസിഷ്ഠൻ, പിന്നെ വളരെ പഴയതാവല്ലോ. പിന്നെ ഈ വസിഷ്ഠ കളഞ്ഞു. പിന്നെ വേറെ അർത്ഥം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. തിരിച്ചു വെക്കും സിജുവിന്റെ അർത്ഥം തന്നെ, സിജുവിന്റെ അർത്ഥം തന്നെ. അതൊരു വലിയ അതിനുള്ള അതറിയാനുള്ള പ്രായത്തിന്റെ വലിയ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ.
അയ്യോ എന്റെ അടുത്തേക്ക് വന്നല്ല തിരിച്ചു. ടൈം ലൂപ്പ് അല്ലേ നമ്മള് ലൂപ്പ് ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ തന്നെ. അല്ല ഒരു മിനിറ്റ് കൊണ്ട് ഒരു പരിപാടി തന്നെ മാറിപ്പോയ ഒരു സംഭവം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഹണീബി എന്ന പടത്തിന്റെ അതിന്റെ ഫോട്ടോഷൂട്ടിന് നമ്മൾ ചെന്നു. അപ്പോൾ ഫോട്ടോഷൂട്ടിന് അപ്പോൾ അതിന്റെ എല്ലാ പ്രീ പ്രൊഡക്ഷൻ പരിപാടിക്ക് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ റൈറ്റിങ്ങിനകത്തും ദീനിന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മൊത്തം എല്ലാവരുടെയും ഒരു ലുക്കും പരിപാടിയൊക്കെ എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളവിടെ ഫോട്ടോഷൂട്ടിന് വന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറെ അവരൊക്കെ വരണ സമയമായപ്പോഴത്തേക്കും എന്റെ മേക്കപ്പ് ഒന്ന് ആദ്യം ചെയ്തേക്കാൻ വേണ്ടിട്ട് എന്റെ താടിയൊക്കെ സെറ്റ് ചെയ്തു റെഡി ആയിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ബാബുരാജ് ചേട്ടന് കൊണ്ട് വെക്കാൻ വേണ്ടിട്ട് ഒരു വിഗ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഗ് ഞാൻ വെറുതെ എടുത്ത് ഇങ്ങനെ തല വെച്ചപ്പോഴാണ് ഇത് നിനക്ക് നല്ല മാച്ചാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ആ ഹണീബിയിലെ അംബ്രോസിന്റെ ആ മുടി എനിക്ക് സെറ്റ് ആയത്. അത് ബാബുവേട്ടൻ ഒരു മിനിറ്റ് മുമ്പ് വന്നിരുന്നായിരുന്നെങ്കിൽ അത് ബാബുവേട്ടൻ പോലെ എനിക്ക് എന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാണ്. അതെ, അത് ഭയങ്കര വലിയൊരു മിനിറ്റ് ആയിപ്പോയി. ബെസ്റ്റ് ടൈം എന്ന് തോന്നിയത്, നല്ല ഇതെന്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് തോന്നിയതായിരിക്കും. എവറി മൊമെന്റ് ഞാൻ എൻജോയ് തന്നെ ജീവിക്കണം, അല്ലാതെ ഒരു നിമിഷത്തില് സ്റ്റക്കായി നിൽക്കാറില്ല. അപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും നമ്മൾ ബെസ്റ്റ് ഡേ ആക്കാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കൂള് കൂടുന്ന ദിവസം മുരളി ഇറങ്ങിയ സമയം ഞാൻ ബാലുവിന്റെ ആ രീതി തന്നെയാണ്. കാരണം നമുക്ക് എന്താ പറയാ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ടൈമും ബെസ്റ്റായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാ സമയവും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിതം ആസ്വദിച്ച് തീർക്കാനായിട്ട് ജീവിതം നമ്മൾ ആസ്വദിക്കാൻ അങ്ങനത്തെ ഇതാണ് ഞാനും ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ പോലീസ് അങ്ങനെ പറയാൻ പാടില്ല. അതായത് ലൈഫിൽ കുറെ ബെസ്റ്റ് വൈറ്റ് ആൻസർ പറയാം. അതായത് കുറെ ബെസ്റ്റ് മൊമെന്റ്സ് ഉണ്ടായില്ലേ, ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ ബെസ്റ്റ് ലൈഫ് ടൈം എന്ന് മാറ്റിയിട്ട് ആണെങ്കിൽ ചേട്ടന് കൊച്ചുണ്ടായ ടൈം എനിക്ക് ഭയങ്കര ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു. കാരണം എന്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു അപ്പൊ അതിനിടയ്ക്ക് ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അടുത്ത മാമനായാലോ അല്ലേ അതൊരു ബെസ്റ്റ് മൊമെന്റ്. പിന്നെ എന്റെ കല്യാണം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നില്ല. എന്റെ കല്യാണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ അത് താലി കെട്ടി കഴിഞ്ഞപ്പോ സാധനം കെട്ടിയായിരുന്നു. ഇത്തിരി ആ സാധനം ഉണ്ടായിരുന്നു. ശരിയാ, അവളുടെ ബെസ്റ്റ് ചോദിക്കണം. അതെ, അത് കൃത്യമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെ ഒരു ടൈം വേണം എന്ന് തോന്നുന്ന ഒരു ടൈം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ടൈം എന്താ വേണമെങ്കിലും ആവാം. ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെ ഒരു ടൈം വേണം. എല്ലാവരെയും കൊണ്ട് ഒരു നല്ല നടനാണെന്നൊക്കെ പറയുന്നത് ഞാൻ പറയാം. വിശ്വസിക്കുന്നേ ഒരിക്കലുമില്ല. നിനക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ആദ്യമൊക്കെ സമയമുണ്ട് കുറെ. എന്നാൽ ഇപ്പോഴേ അത് ആഗ്രഹിച്ചു തുടങ്ങണ്ടേ അല്ലേ? അപ്പൊ ആ രണ്ടുത്തരം കഴിഞ്ഞു. ഏറ്റവും വലിയ ഡ്രീം ആണോ ചോദിക്കുന്നത്? അല്ല, ഐ മീൻ ബെസ്റ്റ് ടൈം എനിക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് ടൈം വേണം എന്ന് തോന്നുന്നത്. ഓസ്കാർ. അല്ല, ഈ പറയുന്ന ഞാൻ ചെയ്യുന്ന സിനിമകൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുക, അതുപോലെ തന്നെ തിയേറ്ററിൽ എൻ്റെ സിനിമകൾ കാണാനായിട്ട് ഓഡിയൻസ് വരുന്ന ഒരു ഹൗസ്ഫുൾ ഷോസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമെന്ന് ഭയങ്കരമാണ്. ഒരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് കിട്ടുന്ന സിനിമകളും ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് ആഗ്രഹം. ഞാൻ എവിടെയൊക്കെ പോയി ആലോചിക്കുന്നത് ബേസിക്കലി നമ്മൾ കഴിഞ്ഞു അടുത്ത് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്നൊരു മൊമെന്റ് ഉണ്ട്, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു മൊമെന്റ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മളിപ്പോ ഒരു നല്ലൊരു പ്രായം കഴിഞ്ഞാൽ ഒരു ആക്ടറൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും നല്ല ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ എവിടെയും ഇരുന്ന് ചില്ല് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെയാണ്. അത് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു സംഭവം, അങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സക്സസ്ഫുൾ ആയതിനു ശേഷം എൻജോയ് ചെയ്യുന്ന റിട്ടയർമെന്റ് പരിപാടിയില്ലേ, അത് ലക്ഷ്യം വെച്ചിട്ട് പണിയെടുക്കാം. സൈഡിലൊക്കെ പോയി അതില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ ഇന്റർവ്യൂവിന്റെ ഇത്രയും ടൈം ഈ ടൈം എങ്ങനെയുണ്ടായിരുന്നു? നല്ലത് മാത്രം പറഞ്ഞു. ഇവിടെ തുടങ്ങാം. എന്തോ
അല്ല. ചിരിയില് വളരെ നന്നായിരുന്നു. നമുക്ക് മതി മതി മതി. ഒരുപാട് നേരത്തെ അങ്ങനെ വേറെ എന്തെങ്കിലും പറയും. നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ആണല്ലേ, നല്ല കുട്ടി, അതാണ്. നല്ല ഇന്റർവ്യൂ. ഞാൻ വെറുതെ ശപിച്ചിട്ട് വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു ശപിച്ചിട്ടുണ്ടാവും. നന്നായി വരൂടാ. നന്നായി വരും. നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല ഫൺ ആയിട്ടുള്ള ഇന്റർവ്യൂ. അതാ, നിങ്ങൾ നല്ല നടനാണെന്ന് ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ നല്ലത് പറഞ്ഞാലേ എനിക്ക് പിന്നെ കൊണ്ട് വന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പുഷ്പക വിമാനം ഒരു അടിപൊളി സിനിമയാവും. ഈ ടൈം ട്രാവൽ നിങ്ങളുടെ എല്ലാവരും ടൈം ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരു എന്താ പറയുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സിനിമയാവട്ടെ. കണ്ടിട്ട് ഉറപ്പായിട്ടും അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കും. ജൂലൈ 26-നാണ് ഉറപ്പായിട്ടും എല്ലാവരും പോയി കാണുക. ഞാനും കണ്ടിട്ട് അഭിപ്രായം പറയും. ഓക്കെ, അടുത്ത മാമന്റെ പടമായിട്ട് നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.